ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോട്ട് ഞാൻ ഒരു ജെറ്റ് പോയപ്പോൾ ക്യാപ്ചർ ചെയ്ത ഒരു ഷോട്ടാണ്. ബട്ട് ജെറ്റ് പോകുന്നത് മാത്രം ഞാൻ കണ്ടിട്ടില്ല, ഈ ഒരു മാർക്കിംഗ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈയും ഒക്കെ ഒരു ഈവനിങ് കണ്ടപ്പോൾ ഞാൻ അത് ക്യാപ്ചർ ചെയ്തതാണ്. സാധാരണ വ്ളോഗ്സ് നിങ്ങൾ കാണുന്നത് ഞാൻ ഡെസ്ക് റീഅറേഞ്ച് ചെയ്യുന്നതാണ് ഫസ്റ്റ്ലി. ബട്ട് ഈ പ്രാവശ്യം ഞാനത് ചെയ്യുന്നില്ല. ഓൾറെഡി അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുകൊണ്ട് നീറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ സ്റ്റിക്കി നോട്ട്സ് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വോളിലൊരു ബ്ലാങ്ക് ആയിട്ട് എനിക്ക് തോന്നി. വിഷൻ ബോർഡിൻ്റെ ആ ഒരു ചാർട്ട് പേപ്പർ മാത്രമല്ലാതെ എന്തെങ്കിലും കൂടി ഒരു അതിൻ്റെ ബിലോ സ്റ്റിക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സ്റ്റിക്കി നോട്ട് വാങ്ങിച്ചിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടേ ഇല്ല. സോ ഈ ഒരു തവണ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് വ്ളോഗിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ ഈ സ്റ്റിക്കി നോട്ട് അൺബോക്സ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ പിൻട്രസ്റ്റ് ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വോളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് കണ്ടു. ആൻഡ് ഞങ്ങൾക്കിപ്പോൾ അതൊരു നല്ല ഐഡിയ ആണ്. കുറച്ച് മോട്ടിവേഷൻ കിട്ടുമല്ലോ നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ. ആൻഡ് മോട്ടിവേഷൻ കിട്ടുന്ന പോസിറ്റീവ് കോട്ട്സൊക്കെ എഴുതി സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കോട്ട്സൊക്കെ തപ്പിയെടുത്ത് ഇതിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ സ്റ്റിക്കി നോട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്തത്. സോ നമുക്കിഷ്ടമുള്ള ആ കളർ കിട്ടിയിട്ടില്ല. ആൻഡ് ആകെ 3 കളേഴ്സാണ്, 3 സെറ്റ്സാണ് കിട്ടിയത്. അതിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറായിരിക്കും നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. സോ നമുക്ക് കളറ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് ഷോപ്പിൽ പോയി ഡയറക്റ്റ് വാങ്ങുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇനി പോകുമ്പോൾ വേറെ കളേഴ്സും കൂടെ വാങ്ങണം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ, അതായത് എൻ്റെ ക്രിസ്മസ് വ്ളോഗിൽ പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ബട്ട് നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഈ പ്രാവശ്യം ഞാൻ വ്ളോഗ് എടുത്തത് പുറത്ത് പോകുന്ന ഒരു പ്ലാനിങ്ങോടെ അല്ല. ആൻഡ് ഞാൻ ഈ സ്റ്റിക്കി നോട്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് ക്യാപ്ചർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പുറത്ത് പോയി. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നും നടക്കാറില്ല. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഈ പ്രാവശ്യം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്തു പോയതാണ്. പുറത്ത് പോകുന്നത് അറിയാതെ നമ്മൾ സ്നാക്ക് വാങ്ങി. ആൻഡ് ആ സ്നാക്ക് വളരെ ബോറായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്കൊന്ന് ആ ബേക്കറിയിൽ, നമ്മൾ ആ ഫസ്റ്റ് ടൈമാണ് ആ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നത്. സോ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് ചുമ്മാ വാങ്ങിയതാണ്. വളരെ ബോറായിട്ടുള്ള ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ സ്റ്റിക്കി നോട്ട് പരിപാടിയിലേക്ക് തിരിച്ചെത്തി. വീണ്ടും എഴുതി സ്റ്റിക്ക് ചെയ്യുവാണ്. അങ്ങനെ സ്റ്റിക്കി നോട്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ പുറത്ത് പോയതാണ്. ട്രിവാൻഡ്രത്തെ സെലിബ്രേഷൻസിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, നല്ല ബിസി ഏരിയ ആണ്. നമ്മൾ ആ ഒരു തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കുറച്ച് തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് കാണാൻ വേണ്ടി പോയത്. അങ്ങനെ നോട്ട്സ് എല്ലാം ഞാൻ വോളിൽ സ്റ്റിക്ക് ചെയ്തു. അങ്ങനെ ഏത് പ്ലേസിലേക്ക് പോകുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ റീൽസിൽ കണ്ട ഒരു സ്പോട്ടാണ്. ആക്ച്വലി ഞാൻ അവിടെ നേരിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ആൻഡ് ആ സ്പോട്ട് നല്ല ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള എന്നാൽ ബിസി അല്ലാത്ത ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. സോ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഈ ലൈറ്റപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചേർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഫസ്റ്റ് നമ്മൾ ബീച്ചിലാണ് പോയത്. സോ ഈ ബീച്ചിൻ്റെ പേര് പുത്തൻതോപ്പ് ബീച്ച് എന്നാണ്. അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു ഫിഷിംഗ് ബോട്ടാണ്. അവിടെ ഫിഷിങ്ങിന് വേണ്ടി കിടക്കുന്ന കുറേ ബോട്ട്സിൻ്റെ ലൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ആൻഡ് അവിടെ ഒരു ചെറിയ കഫേ ഉണ്ടായിരുന്നു. ആൻഡ് അത് കാണുന്ന വേറൊരു ബീച്ചാണ്. അവിടെ നല്ല ലൈറ്റപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചും കൂടി ബിസി ഏരിയ ആയിരിക്കണം. അത് ഏത് ബീച്ചാണെന്ന് എനിക്കറിയില്ല. നമ്മൾ വീണ്ടും ചേർച്ചിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോവാണ്. അവിടെയാണ് ഈ സ്നോമാനും ഒക്കെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആ
ആ ചേർച്ചിൻ്റെ പ്രിമിസസ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു, ലൈറ്റപ്പ് ചെയ്ത്. ആൻഡ് അവിടെ ഷോപ്സ് ഒക്കെ വളരെ കുറവാണ്, എങ്കിലും ആളുകളൊക്കെ ഉണ്ട്. ആൻഡ് ആ സ്നോമാനെ കാണാനൊക്കെ നല്ല അടുത്ത് പോയി കണ്ടപ്പോൾ നല്ല ഒരു എഫക്റ്റ് ആയിരുന്നു. അവിടെ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് സ്നോമാൻ്റെ ഒരു ക്ലോസർ വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ട്രീസ് എല്ലാം ലൈറ്റപ്പ് ചെയ്ത് ഇട്ടിരിക്കുവാണ്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കും ഫുൾ ലൈറ്റ്സ് ആയിരുന്നു. ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ 2 ട്രെയിനാണ് പോയത്. സോ നമ്മൾ 2 ട്രെയിൻസ് ആണ് ഇതിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഒരു ചേർച്ചും കൂടെ കണ്ടു. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.